ആ ഷഫീഖേ വാ. ഡോക്ടർ ആയുർവേദത്തിന്റെ ഒരു പച്ചപ്പ് തന്റെ മുഖത്ത് കാണാനുണ്ടല്ലോ. ഡോക്ടർ ഞാൻ റിസപ്ഷനിൽ പോയപ്പോ ബില്ല് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു അവര്. ആര് പറഞ്ഞു? കാഷ്യർ. ക്യാഷ്യർ അല്ല, ഞാനാ പറഞ്ഞത്. തന്റെ ഇന്ന് കാശ് മേടിക്കണ്ട. എന്റെ ഒരു ആരാധകന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടടോ. ഇല്ല ഡോക്ടർ, എന്റെ കയ്യിൽ പൈസ ഉണ്ട്. ഉണ്ട്, എനിക്കതറിയാം. തന്നെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ തന്റെ ഒരുപാട് പൈസ ഉണ്ടെന്ന്. അതെനിക്ക് വേണ്ട. വല്ല കാശില്ലാത്തനായിരുന്നെങ്കിലേ അവന്റെ കുത്തിന് പിടിച്ചാൽ മേടിച്ചാനാ. ഇനി തനിക്ക് ധൈര്യമായിട്ട് ദുബായിലേക്ക് പറക്കാം. സന്തോഷമായല്ലോ? താങ്ക് യു ഡോക്ടർ. ആയിക്കോട്ടെ, പോട്ടു. ഡോക്ടർ താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. മൂലക്കുരു, റിസപ്ഷനിസ്റ്റ്, മെർലിൻ. കൊള്ളാം. എടാ ഷഫീഖേ, നിന്റെ എല്ലാ സെറ്റപ്പുകളും കല്യാണത്തോടെ നിർത്തിക്കോളാം. എന്റെ കാര്യമൊക്കെ അറിയാലോ നിനക്ക്. എന്ത് സെറ്റപ്പ്? മെർലിൻ നിന്റെ സെറ്റപ്പ് അല്ലടാ. അയ്യോ ഇക്ക, എന്റെ ആ മൂലക്കുരു മാറ്റിയില്ലേ, ആ ഡോക്ടറിന് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ ഞാൻ പറയണേ. ആ ഡോക്ടറുടെ കഥ പറഞ്ഞു, പിന്നെ എന്തിനാ നീ മെർലിന്റെ കാര്യം പറഞ്ഞത്? അത് നമ്മളൊരു കഥയുടെ ഒഴുക്കിന് വേണ്ടി അത് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ. അതോട് എനിക്ക് ആ ഗിഫ്റ്റ് മേടിക്കാം. എന്തെങ്കിലും പറ. ഡോക്ടർ കൊടുക്കാനുള്ള ഗിഫ്റ്റ്. ഡോക്ടർക്കാവുമ്പോ ഒരു സ്റ്റെതസ്കോപ്പ് അല്ലേ വേണ്ട. മൂലക്കുരു ഡോക്ടർ അല്ലേ, പുള്ളി എവിടെ ചോദിക്കാനാ? ആലോചിക്കുക എന്തെങ്കിലും പോവാൻ സമയമായി. കിട്ടി ഒരു സ്പെഷ്യൽ സമ്മാനം. 15-ാം നൂറ്റാണ്ടിൽ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം വൈദ്യനായ ഗിലാനി അക്ബർ ചക്രവർത്തി കൊടുത്ത സമ്മാനമാണ് നീ നിന്റെ കൊട്ടാരം വൈദ്യന്, നിന്റെ മൂലക്കുരു ഡോക്ടറിന് കൊടുക്കാൻ പോകുന്ന സമ്മാനം. മനസ്സിലായ? വാ പറയാം. ഇതാണോ നിങ്ങളുടെ ഗിലാനി കൊടുത്ത ഗിഫ്റ്റ്? ഒക്കെ ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമോ? അതൊരു ഡോക്ടറിന്. എന്നാ നിനക്ക് ദുബായിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന പുതുമയുള്ള ഒരു ഗിഫ്റ്റ് പറഞ്ഞു തരട്ടെ. അത് പറ. ഒരു ടൈഗർ ബാം വാങ്ങിച്ചോട്, അല്ലെങ്കിൽ ഒരു കോടാലി തൈലം. എടാ എടാ നിനക്ക് ഈ പാറത്തോട്ടുകാർക്ക് ഒരു തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ഇല്ല. ആണല്ലോ. എടാ നീ എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഡിസ്കൗണ്ടിന് കാര്യം എനിക്ക് ആളുണ്ടെന്നേ. ഞാനൊരു ചെറുക്കനെ വിളിക്കട്ടെ, ഷജീർ, നമ്മുടെ മുത്താണ്. അവനെ വിളിച്ച് ഞാൻ അത് സെറ്റ് ചെയ്യാം, നീ ഇത് സെറ്റ് ചെയ്യ് കേട്ടാ. ഓക്കെ. നിങ്ങളിത് എവിടെയാ? നീ എവിടെ? ഞാനിപ്പോ നിന്റെ ഇറാനിയുടെ കടയിൽ നിൽക്കാ. അയ്യോക്ക, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്ക 2 മാസം മുമ്പ്. ഇപ്പൊ സെയിൽസ്മാനിലാണ്. റോളയില് എന്ത് പറ്റിക്കാ? റോളയുടെ സ്ഥലത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ്. നീ കാരണം ആ സ്റ്റാൻഡേർഡ് മുഴുവൻ താഴോട്ട് പോകൂലേ? എടാ നമ്മുടെ ഷഫീഖില്ല, അവൻ ഇന്ന് നാട്ടിലോട്ട് പോവാടാ. അവന് ഒരു ഹുക്ക സെറ്റ് ചെയ്ത് കൊടുക്കണം, അതിന് വേണ്ടിട്ടാ. സേഫിക്കും പിടുത്തം വിടാണോ? അല്ലക്ക, അത് കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്. അർമാസ് നേരെ കടയിൽ കയറിച്ചില്ല, അവിടെ അല്ലുവ പോലെ ഒരു റാനി ഉണ്ടാവും. ഓനെ എത്ര ദൃഹം പറഞ്ഞു നിങ്ങൾ നേർ പകുതി പറയാം. ഒന്നും പേടിക്കണ്ട, ഓന് ഇച്ചിരി കൂടുതലാണ്, എനിക്ക് നന്നായി അറിയാവുന്നതാണ്. നേർ പകുതി ഒന്ന് വച്ചിട്ട് പടാർക്ക. വെള്ളിയാഴ്ച മോനെ ഷഫീഖ് എന്തായി? എടാ നല്ല കുറെ ഐറ്റം ഒക്കെ. അല്ല ഇത് മതി, ചെറുതാണ്, ക്യൂട്ടാണ്. ആണോ?